ഇത് കാണിച്ചതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥയുണ്ട് ഇതിൻ്റെ പിന്നിൽ. അതെന്തുവാണെന്ന് ഞാനിപ്പോൾ പറയാം. എന്നാൽ പിന്നെ വാ നമുക്ക് പോയി കഥ കേട്ടിട്ട് വരാം. കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്ല ഞാൻ പറയുന്നില്ല, വാ പറഞ്ഞു തരാം. ഞാനിതൊന്ന് പൊട്ടിക്കാൻ എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രാവശ്യമായിട്ട് ഇത് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടൊരു സാധനമാണ്. വീണ്ടും ഞാൻ ആ സാധനം തന്നെ വാങ്ങിയിരിക്കുകയാണ്. അപ്പം 2 പ്രാവശ്യം ഒരുപോലെ ഒരു സ്ഥലത്ത് തന്നെ വെച്ചാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വീണ്ടും എന്നിട്ടും ഞാൻ നാണമില്ലാതെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ആവശ്യവും ഒരാൾ തന്നെയാണ് ഈ ചെരുപ്പ് അടിച്ചു മാറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്തായാലും ആ അടിച്ചു മാറ്റിയ ആളെന്ന് പറയുന്ന കടലാണ്, മറ്റാരുമല്ല. ഞങ്ങളിത് താണിയിൽ ബീച്ചിൽ പോയപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ചേർന്ന് കാല് നനച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആദ്യത്തെ വട്ടം എൻ്റെ ചെരുപ്പ് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത്. ഞങ്ങൾ കുറേ നേരം തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടും കക്ഷി തന്നില്ല. പിന്നെ ആ മോഹം ഉപേക്ഷിച്ച് അതും അവിടെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വന്നു. സഹിക്കുക വയ്യാതെ വീണ്ടും വന്ന് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങി. അങ്ങനെ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ പള്ളിപ്പെരുന്നാൾ വന്നത്. അപ്പോൾ കടൽ തുറക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കടപ്പുറത്തോട് ചെന്ന് നിന്നതാണ്. അത് മാത്രം എനിക്കറിയാം, ബാക്കിയൊന്നും അറിയത്തില്ല. എൻ്റെ നിന്ന് കടൽ വീണ്ടും എൻ്റെ ചെരുപ്പ് 2 അടിച്ചു മാറ്റിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ആ മോഹം ഉപേക്ഷിച്ച് നേരെ വീട്ടിൽ വന്നിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയത് കൊണ്ടാണ് ഞാനിത് കാണിച്ചത്. കടലും ഈ ചെരുപ്പുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് തോന്നി. മേലെ ഞാൻ ഈ ചെരുപ്പ് ഇതുകൊണ്ട് കടപ്പുറത്ത് പോത്തിലാന്ന് ശബ്ദം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.